ഞാൻ ഇന്നലെ രേണു സുധിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണു സുധിക്ക് വേണ്ടിയിട്ട് രേണു സുധിയുടെ കുറേ അധികം അലിഗേഷൻസ് ഇങ്ങനെ കടന്ന് കറങ്ങുന്നത് കൊണ്ട് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മുൻപ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാലിയാങ്കുഴി വരെ ഞാൻ പോകും, ഞാൻ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഇറങ്ങും എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കിയപ്പോഴത്തേക്കാണ് ഇതിൽ അത്രയധികം ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡെയിലി ഒരു 10 വീഡിയോ ഇതിനെ റിലേറ്റ് ചെയ്തിടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മുൻപും എപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്കിങ്ങനെ ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പിന്തുടർന്ന് അങ്ങനെയല്ല. സൊസൈറ്റിയിലേക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരെ വിടുകയാണ് പതിവ്. പിന്നെ സൊസൈറ്റിയും അവരും തമ്മിലുള്ള ക്ലാഷാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാനല്ല. അത് ഓരോ വിഷയങ്ങളിലും ഞാൻ ഏറ്റെടുത്ത ഓരോ വിഷയങ്ങളിലും ഞാൻ ഓൺ ടൈം പറയും. പിന്നെ 1, 2, 3 പ്രാവശ്യം കൂടെ പറയും. എനിക്ക് അബദ്ധം പറ്റിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് തനൂജ എന്ന് പറയുന്ന സ്ത്രീയുടെ കാര്യത്തിലാണ്. അതിങ്ങനെ കോൺസ്റ്റൻ്റ്ലി എനിക്ക് ഒൺ ഇയർ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വന്നു. കാരണം അവർ വാട്സപ്പ് കൂട്ടായ്മയെ അതിനോടനുബന്ധിച്ച് കുറേ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ ന്യായീകരിക്കാൻ ശ്രമിച്ചിരുന്നു. അതൊരു ഗ്രൂപ്പ് അറ്റാക്ക് ആയിരുന്നു, ഒത്തിരി പേര് അതിൻ്റെ പിറകിലുണ്ടെന്നും ഒക്കെ പിന്നീട് മനസ്സിലാകുന്നത് വരെ എനിക്കത് പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഏത് വിഷയം എടുത്താലും ആ വിഷയം തീരുന്നിടം വരെ മാത്രമേ അതെൻ്റെ ഹെഡിലിരിക്കുകയുള്ളൂ. പിന്നെ ഞാനത് കളയുകയാണ് പതിവ്. ഈ കിച്ചുവിൻ്റെ കേസ് ഞാൻ പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾക്കൊക്കെ വറീഡാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് തന്നെയല്ലേ ഇതൊക്കെ അന്വേഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്വേഷിക്കും, തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ വേണ്ടി പോകും എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പിന്നെ വളരെ സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് എല്ലാം ഒന്നും ഞാൻ കൊണ്ടുവന്ന് പബ്ലിക്കിൽ ഇടുന്നില്ല. അങ്ങനെ ഒരു ഗോസിപ്പ് ഇതായിട്ട് ഈ ചാനലിനെ മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ബട്ട് ഈ കുട്ടിയുടെ കാര്യം മേ ബി അവൻ തന്നെ വണ്ടടിച്ചിട്ടുണ്ടാവുമോ, ഞാൻ അവരോട് അത്രയും ഇതായിട്ട് പറഞ്ഞതാണല്ലോ, അവരെന്താ അങ്ങനെ പബ്ലിക്കിൽ പറഞ്ഞതെന്നുള്ളത്. ആക്ച്വലി ഞാൻ അപ്പം തന്നെ അവനോട് പറഞ്ഞിരുന്നു, നീ ചെയ്യുന്ന തെറ്റാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ എനിക്കും അതേ പ്രായത്തിൽ മകനുണ്ട്. ഇവിടുന്ന് പുറത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സ്ക്രീൻ ചെയ്യും. അവൻ്റെ കൂട്ടുകാരൊക്കെ കഴിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ മകൻ കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടാൽ എൻ്റെ ഭാഗത്തുനിന്ന് അവന് കിട്ടുന്ന പണിഷ്മെൻ്റ് എന്നാണ് അവന് നല്ല ബോധ്യം ഉണ്ടാവും. എനിക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാനല്ല, നമ്മുടെ പുരുഷത്വം തെളിയിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവങ്ങളാണെന്ന് തെളിയിക്കാൻ മദ്യപിക്കേണ്ട കാര്യമൊന്നുമില്ല. മദ്യപിച്ച് സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളൊരു ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്നത്. എന്താ പറയണേ, ഒന്നും ആകാത്ത മന്ദബുദ്ധികളുടെ ഒരു പരിപാടിയാണ്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ നല്ല കരുതലോടുകൂടി വീട്ടിലുള്ള സ്ത്രീകളെ കെയർ ചെയ്യുന്ന ഒരാണാണ് എൻ്റെ കണ്ണിലൊരാണ്. അല്ലാതെ കല്ലും കുടിച്ച് സിഗരറ്റും വലിച്ച് വീട്ടിൽ വന്നിരുന്ന് പെർഫോം ചെയ്യുന്നവനല്ല ആണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഭാഗം. കിച്ചുവിൻ്റെ കാര്യം പറഞ്ഞതിലേക്ക് ഞാൻ വരാം. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് മുഴുക്ക ഞാൻ രേണു സുധിയുടെ കാര്യം പറയുന്നുണ്ട്, മറ്റേ ആ കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. അവരൊക്കെ ഡൗൺ ടു എർത്ത് ക്യാരക്ടറാണ്. ആൻഡ് അവൾ തന്നെ വന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റാണ് ശരിക്കും നമ്മുടെ എൻ്റെ കിളിപോയ കമൻറ്റാണത്. സീരിയസ്ലി അത് ആ കുട്ടി വന്നത് പറയുമ്പോൾ ശരിക്കും എത്രത്തോളം നമ്മൾ അവളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് ആ ഒരു കമൻറ്റിൻ്റെ അർത്ഥം. ഞാൻ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇത്ത, ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, ഇതാണ് എൻ്റെ ലോകം. എൻ്റെ മക്കൾക്ക് കയറി കിടക്കാൻ ഒരു വീട് എന്ന ഒരു സ്വപ്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ വീട് കണ്ട് സങ്കടം വന്ന ഒത്തിരി ജനങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ സുധിമോളെ സഹായിക്കാം. ആദ്യം ഞാൻ വേണ്ട, കഷ്ടപ്പെട്ടുണ്ടാക്കാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടപ്പോൾ കയറി കിടക്കാൻ ഒരു വീട്, അങ്ങനെയാണ് ഒരു വീഡിയോ ഇട്ടത്. അതിനുശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ആക്കി. അഹങ്കാരം കൊണ്ടല്ല, എന്നെക്കാളും പാവം പിടിച്ച ആളുകളെ സഹായിക്കണം എന്ന് പറഞ്ഞ് വന്ന വഴി മറക്കുന്ന ഒരാളല്ല ഞാൻ. ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടുണ്ടെങ്കിൽ അവരോട് എന്നും നന്ദിയുള്ളവളായിരിക്കും. ജാടയുടെ ലുക്കുണ്ടെന്നേ ഉള്ളൂ. റിയലി എൻ്റെ കണ്ണ് നനയിച്ച ഒരു കമൻ്റാണത്. സീരിയസ്ലി ഷീ ഡിസേർവ് ഇറ്റ്. ഈ ഒരു വീട് അവൾക്കായിരുന്നു എങ്കിൽ ഈ ചെയ്തു കൊടുത്തവരെ എവിടെയോ കൊണ്ടുവയ്ക്കുമായിരുന്നു ആ പെൺകുട്ടി എന്ന് പറയാൻ ഞാൻ വെറുതെ പുകഴ്ത്തുന്നതല്ല. സീരിയസ്ലി അത്രയും ഡൗൺ ടു എർത്താണ് ആ കുട്ടി. ഞാൻ ആദ്യമല്ല അതിനെ തെറ്റിദ്ധരിച്ചിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു വിഷമം തോന്നുന്നു. NGOs ഞാൻ ഇത് ചെയ്യുന്ന ആളല്ല, പക്ഷേ സീരിയസ്ലി സുധിമോള് അവളത് മനസ്സറിഞ്ഞ് മറ്റൊരാൾക്കത് കിട്ടട്ടെ, എനിക്ക് എന്നെക്കാൾ ആപ്റ്റായ ആൾക്കാരുണ്ട് എന്ന് പറയുന്നിടത്ത് ആ കുട്ടി നിൽക്കുകയാണ്. അത് മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റുമുള്ള കുറേ പേരെടുക്കുക. തനൂജ CM അമ്മേ, എത്ര കാലം കൊണ്ട് അത് ഇരന്ന് പിടിച്ച് ജീവിക്കുന്നുണ്ട്. എത്ര കാലം കൊണ്ട് വീട് വയ്ക്കണം, മോളെ നോക്കണം, എൻ്റെ മോളെ നിങ്ങൾ നോക്കുമോ, എൻ്റെ മോളെ മറ്റവർ നോക്കുമോ. ഈ ഡയലോഗ്സ് പറയുന്ന പെണ്ണുങ്ങളെ സത്യം പിടിച്ച് 2 പൊട്ടിക്കുകയാണ് വേണ്ടത്. അവനവൻ ഉണ്ടാക്കിയ കുട്ടികളെ നാട്ടുകാരാണോ നോക്കേണ്ടത്. അങ്ങനെ തുടങ്ങി ഒത്തിരി പേരെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. 10 പൈസ കൊടുക്കരുത്. ആരോഗ്യമുള്ള പെണ്ണുങ്ങൾക്ക് ജോലിയാണ് കാണിച്ചു കൊടുക്കേണ്ടല്ല, കൊടുക്കരുത്. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ സുധിമോൾ താമസിച്ച വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാവം തോന്നും, കഷ്ടം. അതെങ്ങനെ അതിനകത്ത് കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഭയങ്കര ഇതാണ്. വാടക വീട്ടിലേക്ക് മാറിയത് വളരെ നല്ല കാര്യം, ആൻഡ് സേഫ് ആൻഡ് സെക്യൂർ. പിന്നെ കുറേ അധികം കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കമൻസിനൊരു മറുപടി കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്.
എല്ലാ ബ്ലോഗർമാരോടും ഒരൊറ്റ അപേക്ഷയുള്ളൂ, കിച്ചുവിനെ വലിക്കാതിരിക്കുക. ചിലപ്പോൾ ആ മകൻ തെറ്റുപറ്റിയിട്ടുണ്ടായിരിക്കും, അവനോട് ഇച്ചിരിയെങ്കിലും കരുണ കാണിക്കുക എല്ലാവരും. അത് ഇട്ട കമൻറ്റിന് ഒരു 82 ലൈക്കും അതിൻ്റെ കൂടെ കുറേ പേര് വന്നിട്ട് അത് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഈ എഴുതിയിട്ട വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, കിച്ചു എന്ന് പറയുന്നത് തീരെ പൊടി കുഞ്ഞൊന്നുമില്ല. 22 വയസ്സ് 23 വയസ്സുള്ളൊരു കുഞ്ഞ് തന്നെയാണ്. അവൻ്റെ പ്രായത്തിൽ അവൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ തെറ്റവൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പബ്ലിക്കിൽ പറയും. അത് എൻ്റെ റൈറ്റ്സാണ്, ഞാൻ കേട്ട കാര്യമാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് അത്ര വിശുദ്ധ പശു അല്ലല്ലോ, എന്തിനവനത് ചെയ്തു? അത് പാടുണ്ടോ? അത് അങ്ങനെ ചെയ്തുവെങ്കിൽ മുഴുക്ക അതിൻ്റെ ഉത്തരവാദിത്വം ഈ തുള്ളി കളിച്ചുകൊണ്ട് കിടക്കുന്ന ഈ പൂതനയാണ്. ഈ പൂതനയ്ക്ക് ആ കുട്ടീനെ നോക്കാൻ സമയമില്ല. അവനെ വിശ്വസിച്ച് അല്ലെങ്കിൽ സുധിക്കോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്ന് പറയുന്നു. എൻ്റെ സുധിച്ചേട്ടൻ്റെ ഒരു അടയാളമല്ലേ കിച്ചു? ആ കുഞ്ഞിന് വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവൻ ഇങ്ങനൊരു അവസ്ഥയിൽ പോയി പെട്ടിട്ട് പോലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ആ കുട്ടിയെ പഠിപ്പിച്ചാൽ മാത്രം പോരെ, ഇളയ കുഞ്ഞിനെ അത് നോക്കിക്കോളൂലേ, സംരക്ഷിക്കത്തില്ലേ? എന്തുകൊണ്ട് സംരക്ഷിക്കില്ല? ഇവള് വായിത്തോരാതെ പറയുന്നുണ്ടല്ലോ എൻ്റെ മകൻ എന്ന്. നിന്റെ മകൻ ഈ ഇറുത്തപ്പനാണിത് ചെയ്തെങ്കിൽ ഇവള് മിണ്ടാതിരിക്കുവോ? വിട്ടുകളയോ? അണച്ചു പിടിക്കാൻ അറിയാമല്ലോ. ആ അപ്പൻ പോയി ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നു, എന്നിട്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ആ പയ്യൻ മിണ്ടണില്ല, ഒരു കാര്യത്തിലും അവൻ മിണ്ടുന്നില്ല. അപ്പം നമ്മളത് സംസാരിക്കണ്ടേ? ഞാൻ പറയും, എൻ്റെ മകൻ ഇതുപോലത്തെ ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ പബ്ലിക്കിൽ പറയും. കാരണം മേൽക്കൊണ്ട് ചെയ്യാൻ പാടില്ല, ഇനി മേലിൽ ചെയ്യരുത്. അത് സ്ട്രിക്റ്റാണ്. സുധിയുടെ മകൻ ഇങ്ങനെ അലവലാതിയായിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പം ഇതിനെ പബ്ലിക്കായിട്ട് പറയുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അതാ നാട്ടുകാരറിയണമല്ലോ എന്തിനങ്ങനെ ചെയ്യുന്നു. ഈ വയസ്സിൽ അവൻ മദ്യപിച്ചു എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അന്യൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം ആ കുട്ടിക്കില്ലേ? ഈ മദ്യം എന്ന് പറയുന്നത് പണം കൊടുത്താലേ കിട്ടൂ. തീറ്റയ്ക്ക് പൈസ എടുക്കുന്നത് കണക്കാണോ മദ്യം വാങ്ങിച്ചത്? അവൻ്റെ കൂട്ടുകാർക്കൊപ്പമാണെങ്കിൽ പോലും ആ സംഗതി ഞാൻ എടുക്കാൻ പാടില്ല. ഞാൻ നിൽക്കുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കണം. എനിക്ക് അമ്മയില്ല, അച്ഛനില്ല, എന്നെ സഹായിക്കുന്നത് അന്യരാണ്. അവരുടെ ആ സഹായം വാങ്ങി ഞാൻ പഠിച്ച് എന്തെങ്കിലും ഒരിടത്ത് എത്തണമെന്ന് ചിന്തിക്കണമോ? കള്ളം കുടിച്ചോണ്ട് നടക്കുവോ? അപ്പോൾ അതിന് മറുപടി ഉണ്ടാകും. ഇത് മറ്റൊരാൾ പറഞ്ഞറിഞ്ഞ് അത് കൃത്യമായിട്ട് എൻ്റെ കേസ് നമ്പർ ഉൾപ്പെടെ നോക്കിയ ശേഷമാണ് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചത്. അപ്പോൾ അവൻ അത് ഏൽക്കുകയും ചെയ്യുന്നുണ്ട്. അവനും അതിനകത്ത് ഒരു അല്പം പോലും കുറ്റബോധമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ എനിക്ക് തോന്നിയ പരിപാടിയാണിത്. അത് തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു കാര്യം എന്നെ ഏൽപ്പിക്കുന്നു, ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച ഒരു വീഡിയോ ഇടുവെന്ന് ഒരുപാട് കമൻസ് ഉണ്ട്. നിങ്ങൾ അന്വേഷിക്കണം. ഞാൻ ഞാലിയാൻകുഴി ബാക്കി സാധനമൊന്നും കൊണ്ട് ഇട്ടിട്ടില്ലല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ മൗനമായി വെക്കുന്നത് ചിലരുടെ പ്രൈവസി മാനിച്ച് തന്നെയാണ്, അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പബ്ലിക്കിൽ പറയുന്നില്ല, രഹസ്യമാക്കി തന്നെ വെക്കുന്നില്ല. ഒരുപാട് പേരുടെ പ്രൈവസി മാനിച്ച് അവരുടെ ഒന്നും വീഡിയോസും എടുത്തിടുന്നില്ല. എൻ്റെ ചാനൽ വളരാൻ എനിക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പയ്യെ വളർന്നാൽ മതി. ഉള്ള വളർച്ചയൊക്കെ തന്നെ ഇപ്പം തന്നെ ഉള്ള വളർച്ച സഹിക്കാൻ വയ്യ. ഇനി അപ്പോഴാണ് ഇനി ഇത്തിരി കൂടെ കൂടുതൽ ഉള്ള വളർച്ച മതി. പക്ഷേ പറഞ്ഞിട്ട് പിന്നെ വാക്ക് മാറ്റരുത്. എനിക്കിതിനകത്തൊരു കമൻറ്റ് ഞാൻ വായിച്ചു, മറിയം എന്നുള്ളതാണ്. ഈ മറിയം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഞാലിയാൻകുഴി പോകണം, അന്വേഷിക്കണം. അതെന്താ? രേണുവിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ചുറ്റുമുള്ളത് ഞാൻ എടുക്കും. അതല്ലേ ഇപ്പോൾ നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ ഒരു വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ ടയർ കാരണം കളഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ? ആ ടയറും കൂടെ നമ്മൾ നോക്കൂലേ? എല്ലാം നമ്മൾ നോക്കും, അപ്പുറം ഇപ്പുറം. അതിനകത്ത് ഏത് വേണമെന്ന് തോന്നുന്നത് ഞാൻ പറയും. ബാക്കി നിങ്ങൾക്ക് പേഴ്സണലി വിളിക്കൂ, ഞാൻ പേഴ്സണലി തരാം. അല്ലെങ്കിൽ മറ്റ് യൂട്യൂബേഴ്സിനാണെങ്കിൽ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാം. എനിക്കത് പബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഈ കാര്യം ഞാൻ പബ്ലിഷ് ചെയ്യും. ഇക്കാര്യം പബ്ലിഷ് ചെയ്യുമെന്ന് മാത്രമല്ല, ഇനി ഒരിക്കൽ കൂടെ അവന് ഇതുപോലത്തെ ഒരു ക്രൈമിലാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അവനെ സഹായിക്കരുത്. അതായത് അവൻ്റെ ഫീസ് പോലും കൊടുക്കരുതെന്ന് ഞാൻ 24-നോട് പറയും. കിട്ടുന്നതേ ദാനമാണ്, കിട്ടുന്നത് സഹതാപത്തിൽ കൂടെയുള്ള ദാനമാണ്. 10ഉം 12ഉം വയസ്സിൽ കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ അമ്മയ്ക്ക് ക്യാൻസറായ ഒരു കുഞ്ഞ് ലോട്ടറി വിറ്റ് വീട്ടിലേക്ക് ആഹാരം കൊണ്ടുപോകുന്നു. ഒരു കുട്ടി അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നു, റോഡിൽ കൊണ്ടുകിടന്ന് വിറ്റിട്ട് അനിയത്തി കുട്ടികളെ പഠിപ്പിക്കുന്നു. 16 വയസ്സ് പോലും ഇല്ല. എത്ര പേരെ നിങ്ങൾക്ക് കാണണം? നിങ്ങൾ കണ്ണ് തുറന്ന് ചുറ്റും നോക്കുക. നിങ്ങൾക്ക് ചിലരെ നിങ്ങൾ തൂക്കി തലയെ വയ്ക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, സത്യമന നിങ്ങളാണ് അവരെ വഷളാക്കുന്നത്. ചിലരുടെ ഓവർ അഭിനയങ്ങൾക്ക് നിങ്ങൾ പോയി കമന്നു വീണ്. തനൂജ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡാണ് ആ സ്ത്രീ. അത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഞാൻ അവരോട് പോയി പറഞ്ഞത്, നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കൂ. എന്താണ് ഈ സർക്കസ് ഒക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത്? ജോലി ചെയ്ത് ജീവിക്കൂ. എന്തെല്ലാം തൊഴിലുണ്ട് അവർക്ക്. ബോഡി അനങ്ങാൻ വേണ്ടി റിസപ്ഷനിൽ ഇരിക്കാമല്ലോ. എവിടെയല്ല എന്തെല്ലാം പണികളുണ്ട്. അതൊന്നും ചെയ്യത്തില്ല. ഞാൻ ഇരന്നേ തിന്നോളെന്ന് പറഞ്ഞാൽ പിന്നെ അവരോ എന്തോ പറയാനാ? നോക്കൂ ജിനു എന്നെ അങ്ങനെ, ജിനു എങ്ങനെ എന്ന് ഇതും പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇവിടെ എത്രയോ പെണ്ണുങ്ങൾ ഭർത്താവ് മരിച്ചവരുണ്ട്, ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരുണ്ട്. അവരൊക്കെ കുട്ടികളെയും കൊണ്ട് തെണ്ടാനിറങ്ങുക, കുട്ടികളെയും കൊണ്ടുവന്നിരുന്ന് ഡ്രാമ കളിക്കുക,
കുഞ്ഞിനെ കരയിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് അതിൽ നിന്ന് പണം ഉണ്ടാക്കുക. എനിക്കിതൊക്കെ കാണുമ്പോൾ തിരിച്ചു പറയണമെന്ന് തോന്നും. എനിക്കിതൊക്കെ കാണുമ്പോൾ നല്ല പോലെ തിരിച്ചു പറയണമെന്ന് തോന്നും. കാരണം 18 വയസ്സിലൊരു കുട്ടീനെയും കൊണ്ട് നിന്ന വ്യക്തിയാണ് ഞാൻ. ആ ഒറ്റയ്ക്ക് തനിച്ച് വളർത്തണം, വേറെ വഴിയില്ല. ഒരു രീതിയിലുള്ള ഒരു കള്ളത്തരത്തിനോ ഒരു വൃത്തികേടിനോ പോവാതെ അന്തസ്സായി ജോലി ചെയ്ത് ആ കുഞ്ഞിനെ ഇത്രയും വരെ കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മിടുക്ക് തന്നെയാണ്. അത് അങ്ങനെയുള്ള എനിക്ക് ഈ ബാക്കിയുള്ള കള്ളത്തരങ്ങൾ കാണുമ്പോൾ അടിച്ച് പറ്റിക്കാൻ തോന്നും. ഇളയ കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ അവന് ഇന്ന് 15-16 വയസ്സാകുന്നു. ഈ വയസ്സിൽ അവൻ്റെ ഏർലി സ്റ്റേജിലാണ് എനിക്ക് വയ്യാതെ തോന്നിയ വീൽ ചെയർ ഇരുന്നത്. അപ്പം ഞാനിരുന്ന് ഭിക്ഷ എടുത്തില്ലല്ലോ, എടുത്തോ? എൻ്റെ കുട്ടിക്ക് അങ്ങനെയാണ്, എൻ്റെ കുട്ടിക്ക് അന്നില്ലല്ലോ. ജോലി ചെയ്യുകയാണ്. അങ്ങനൊരു തീർത്തും വയ്യാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നത് പോലും. ഇത് കൈകാല ആരോഗ്യമുള്ള സ്ത്രീകളൊക്കെ തന്നെ ഇതുപോലെ കുറേ ഡ്രാമകൾ കാണിക്കും. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നും, ഒരു മീഡിയയിലുള്ള ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നും. ഞാൻ ചോദിക്കട്ടെ, തനൂജയെ നിങ്ങൾ തൂക്കി തലയെ വെക്കുന്നു. രേണു സുധിയുടെ സുധി എന്താണ്? അപ്പം തനൂജയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ എല്ലാവരോടും ഡീഗ്രേഡ് ചെയ്യുന്ന ജിനുവിന് എന്താണ് കുഴപ്പം? അവൻ ജീവിച്ചിരിക്കുന്നു, മറ്റോ മരിച്ചുപോയി. ഇപ്പം ജീവിച്ചിരിക്കുന്നവന് ഇട്ട് കുത്ത് മരിച്ചുപോയവനിക്ക് ഭയങ്കര പ്രിവിലേജും. അവന് 4 പെണ്ണ് 40 പെണ്ണ് കണ്ടെടുത്തുനിന്നൊക്കെ പെണ്ണുങ്ങൾ വരുന്ന, അവിടുന്ന് ഒരു പെണ്ണ് ഇവിടുന്ന് ഒരു പെണ്ണ്, എല്ലാവരും വന്ന് വായിത്ത. നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റേ ഇല്ല, എടുത്തു നോക്കൂ. എല്ലാ യൂട്യൂബർമാരുടെ മെയിൻ സാധനം രേണു സുധി. നിങ്ങൾക്ക് ഇത് ബോറടിക്കുന്നില്ല? ചെവി കേൾക്കുന്നില്ല? ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വീണ്ടും വരുന്നു. നമ്മളിത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ്ട് വീണ്ടും റിപ്പീറ്റഡ്ലി എടുക്കേണ്ടി വരുന്നു. അപ്പം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഏക സൊല്യൂഷൻ ആ ചെറുക്കൻ വാറക്കുക എന്നുള്ളതാണ്. ആ കുട്ടി അത് കാര്യം പറയണം. അവൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് രേണുവിനെ അവൻ ഭയപ്പെടേണ്ട കാര്യമില്ല. അവനെ ജാമ്യത്തിൽ ഇറക്കി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവനെ വെച്ച് കളിക്കാമെന്നുള്ള അവളുടെ ആ ചിന്താധാര തെറ്റാണ്. ഇനി അവൻ്റെ കയ്യിലാണ് കോള്. അവന് വേണമെങ്കിൽ അടിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതൊക്കെ അവൻ്റെ ഇഷ്ടം. സ്വന്തം അപ്പനും കുടുംബവും ഒക്കെ നാണം കിടന്നൊരവസ്ഥയുണ്ട്. അത് തിരിച്ചറിയാനുള്ള പ്രായം അവനായില്ലേ? തിരിച്ചറിയാൻ പ്രായമില്ലാത്ത കുട്ടിയാണോ കള്ളും കുടിച്ചിട്ട് വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചത്? ഈ 18 വയസ്സായ കുട്ടികൾ, 18 വയസ്സിന് മുമ്പുള്ള കുട്ടികൾക്ക് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട നിയമവശങ്ങളാണ്. ഇന്നത് ചെയ്താൽ ഇന്ന കുറ്റം. ഇവിടെ ഇളയവൻ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നിരക്കാനായിട്ട് ഇവിടെ കിടന്ന് വെള്ളം വെക്കും. അപ്പോഴും ഞാൻ പറയും, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തൂങ്ങുക ഞാൻ ജയിലിൽ പോകും. അത് വേണോ വേണ്ടെന്ന് നീ ആലോചിക്കുക. ആഗ്രഹം കുറച്ചൊതുക്ക്, 18 ആകട്ടെ, ചെയ്യാം. നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അതിനാണ് പേരൻസ് എന്ന് പറയുന്നത്. നിന്റെ മോനാണ് സുധി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എൻ്റെ മോനാണ് മോന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ കുട്ടിക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള ഇത് കൊടുക്കണം. ഒരു പ്രായത്തിൽ കുട്ടികളൊക്കെ തെറ്റിലേക്ക് നടക്കും. അത് തീർച്ചയായിട്ടും സ്വാഭാവികമാണത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകെട്ട് ഭയങ്കരമാണ്. അത് ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നല്ല പറയുക, നമ്മുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഈ പ്രശ്നം. എൻ്റെയൊക്കെ ബ്രദറിനെയൊക്കെ എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടു വളർന്ന ഒരു കാര്യമാണ്. ഇത്തരം ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്നൊരു ഹീറോ പരിവേഷമാണ്. എൻ്റെ അടുത്തൊക്കെ വന്ന് കള്ളം കുടിച്ചിട്ടൊന്ന് പെർഫോമൻസ് ചെവിക്കിന് വിളക്കൊരെണ്ണം കൊടുക്കും. അപ്പം നല്ലപോലെ ബോധം ഇറങ്ങും. ഈ കുടിച്ച കെട്ടങ്ങ് താഴെ ഇറങ്ങും. ഒരടിയുടെ കുറവേ ഉള്ളൂ. ഒരടി ഓങ്ങി അറിഞ്ഞ് ചെവി അടച്ചൊരെണ്ണം കൊടുത്തു നോക്കിയാണ്. പിന്നെ ഈ കുടിച്ചിട്ട് വന്നിട്ടുള്ള പെർഫോമൻസ് നമ്മളെടുത്ത് കാണിക്കത്തില്ല. കള്ളു കുടിച്ചിട്ട് വന്നാൽ തെറി വിളിക്കാം, കള്ളു കുടിച്ചിട്ട് വന്നാൽ ആളുകളെ അടിക്കാം, കള്ളു കുടിച്ചിട്ട് വന്നാൽ എന്തും ചെയ്യാമെന്നൊരു ടേം നമ്മുടെ നാട്ടിലുണ്ട്. അവൻ കുടിച്ചിരിക്കുകയാണ് മാറ്. അങ്ങനെയെല്ലാം കുടിച്ചാൽ എന്താ കുഴപ്പം? അവന് ബോധം പോയെങ്കിൽ അവൻ കിടന്ന് ഉറങ്ങും. അല്ല ബോധം പോയി ഡാൻസ് കളിക്കത്തില്ല. ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ അവൻ ബോധം പോയല്ല, ബോധത്തോടു കൂടി കാണിക്കുന്നതാണ് കുടിക്കുമ്പോൾ കിട്ടുന്ന ധൈര്യം. ഇത് നമ്മൾ ഓരോ കുടുംബത്തിലെയും ആൺകുട്ടികൾ ഇത് കാണിക്കുമ്പം അവൻ കുടിച്ചിരിക്കുന്നു മാറുന്നില്ല എന്നല്ല പറയണം. കുടിച്ചെങ്കിൽ 2 കൂടെ പൊട്ടിക്കണം, 2 പൊട്ടിയിലും കൂടെ എക്സ്ട്രാ പൊട്ടിക്കണം. അതാണ് വേണ്ടത്. ഈ പയ്യൻ്റെ കേസിൽ പയ്യനെ അപമാനിക്കാനോ പയ്യനെ മോശപ്പെടുത്താനോ ഞാനത് പറഞ്ഞതല്ല. സത്യം അതാണ്. തെളിവില്ലാതെ അല്ലല്ലോ പറഞ്ഞത്, തെളിവുണ്ടല്ലോ. ഇന്നലെ പറഞ്ഞപ്പോൾ ഒരു സ്പീഡിൽ ആ 2 കുട്ടികളും എന്ന് പറഞ്ഞു. ഈ മൂത്തവൻ ചെയ്യുന്നത് കണ്ട് ഇളയത് പഠിക്കില്ലേ? അപ്പൻ ചെയ്തത് കണ്ട് ഈ മൂത്തവൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അത്രയും സ്നേഹിക്കുന്നവനാണ് ആ കുഞ്ഞ്. അത് കണ്ടു പഠിക്കത്തില്ലേ? അപ്പം അവനെ സ്റ്റോപ്പ് ചെയ്തില്ല വെച്ചാൽ ഇതിലേക്കാണ് പോകുന്നത്. അമ്മയ്ക്ക് സമയമില്ല. കൊച്ചിന്റെ കഴുത്തിലെ മുറിവ് നിങ്ങൾ കണ്ടില്ലേ? ആ കുട്ടിയുടെ കഴുത്തിലെ മുറിവ്, ആ കുട്ടീനെ ആര് കെയർ ചെയ്യുന്നു? കുട്ടീനെ നോക്കാനെന്ന് പറഞ്ഞ ഒരു കുടുംബം മുഴുക്ക അതിനകത്ത് അട്ടിപ്പേർ കിടക്കുന്നു. പലയിടത്തും മലന്ന് കിടക്കുന്നു. അല്ലാതെ ആ കുഞ്ഞിനെ ആരെങ്കിലും നോക്കുന്നത് കണ്ടോ? ആരും നോക്കുന്നില്ല. അവിടെ നമ്മൾ ഒരു വീട് വെച്ച് കൊടുക്കുന്നു, നമ്മൾ എല്ലാ സംരക്ഷണവും അവർക്ക് കൊടുക്കുന്നു, അവർക്ക് പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള അധികാരമുണ്ട് ചോദ്യം ചെയ്യാൻ. ഇതെന്ത് എന്ന് ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. താജ് ഉൾപ്പെടെ ഒരുപാട് പേര് തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നതിന്റെ ബിഹൈൻഡ് ദ റീസണും ഇത് തന്നെയാണ്. ഇവർക്കൊക്കെ പറയാൻ പേടി ഇത് തന്നെയാണ്. നിങ്ങൾ കമന്റിൽ കിടന്ന് മെഴുകയല്ലേ? നിങ്ങൾ കമന്റ് മെഴുകും, പേടിയാണ് പറഞ്ഞാൽ കൊല്ലാൻ നിൽക്കും.
ആ ഒരു കൊല്ലൽ ഭയന്ന് എന്തിന് വെറുതെ ഏറി പോണോന്ന് ഭയന്ന് ആളുകൾ മാറി നിൽക്കുന്നതാണ്. തെളിവായില്ലേ? തെളിവ് വേണോ? എന്താ വേണ്ടേ? നമ്മൾ പറയുമ്പോൾ അതിനെ അതിൻ്റെതായ മൂല്യത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കുഞ്ഞിനെയും ഡീഗ്രേഡ് ചെയ്യാനോ മോശപ്പെടുത്താനോ ആരും തയ്യാറാകത്തില്ല. നുണകൾ ആരെ പറ്റിയും പ്രചരിപ്പിച്ചിട്ട് ഒരു കാര്യവും ഇവിടെ നേടാനില്ല. ഉള്ള കാര്യമാണ് പറഞ്ഞത്. ആ കുട്ടി ഇനിയും മോശമായ കാര്യങ്ങളിലേക്ക് പോകും. അവന് ഇനഫായിട്ടുള്ള പൈസ കൊടുക്കുകയും അവന് ഇനഫായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അത് കൊടുക്കുന്ന പൈസ കൊണ്ട് അവൻ ചെയ്യേണ്ടത് പുസ്തകം വാങ്ങിക്കാനോ തിന്നാൻ എന്തെങ്കിലും വാങ്ങിക്കാനോ ഒക്കെയാണ് വേണ്ടത്. ഈ വീണ എന്ന് പറഞ്ഞ രണ്ടാമതൊരു പെണ്ണ് വന്നത് പറഞ്ഞിട്ടുണ്ട്, ആ ചെറുക്കൻ്റെ പുറത്തു നിന്നുള്ള ഫുഡ് വാങ്ങിക്കുന്നതിന് ഞാൻ എതിർത്തിട്ടുണ്ട്, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് വീണയ്ക്ക് ഈ ഒരു വിഷയം പറയണമെന്ന് തോന്നിയില്ല? വീണയ്ക്ക് അറിയാലോ അത്. എവരി വൺ നോസ്. അവർക്ക് ചുറ്റുമുള്ള സർക്കിളുകൾ എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും പുറത്തു പറയത്തില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ മെനക്കെട്ട് കൊടുത്തതല്ലേ 50 ലക്ഷം രൂപ. നിങ്ങൾ എത്ര ദിവസം കഷ്ടപ്പെടണം? 50 രൂപ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര നേരം വേണം? അത് പറഞ്ഞേ. ഓരോ മനുഷ്യൻ്റെയും വിയർപ്പാണ് ആ വീട്. ഓരോ മനുഷ്യൻ്റെയും വിയർപ്പാണ്. എത്രയോ പേരുടെ സഹാനുഭൂതിയാണത്. എൻ്റെ ഗ്രൂപ്പിൽ ഇതുപോലെ ഒരു പെൺകുട്ടി വന്നിരുന്നു, വിവാഹത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് 50,000 രൂപ ടപ്പെന്ന് ഫണ്ട് റേസ് ചെയ്ത് കൊണ്ട് കൊടുത്തു. ഒരു നന്ദി വാക്കാ കുട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. അറിയോ? 50,000 രൂപ അവൾ കണ്ണടച്ച് ഉറങ്ങുന്ന, അവൾ ഒരുത്തൻ്റെ കൂടെ ഉറങ്ങാൻ പോകുന്നതിന് ഞങ്ങൾ കഷ്ടപ്പെട്ട പൈസ കൊടുക്കേണ്ടി വന്നു. അത് ഞാൻ വിലക്കിയിരുന്നു കൊടുക്കരുത്. ഈ NGO എന്ന് പറയുന്നത് അർഹരായ മനുഷ്യർക്ക് കൊടുക്കുക. ഒരു നിവൃത്തിയുമില്ല, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ്റെ സിറ്റുവേഷനിൽ നിങ്ങൾ 10 രൂപ കൊടുത്താൽ അത് കുഴപ്പമില്ല. അല്ലാതെ വല്ലവനും വീട് വയ്ക്കാനും വല്ലവനും വണ്ടി വാങ്ങിക്കാനും വല്ലവനും കൂത്തടിക്കാനും കള്ളു കുടിക്കാനും നിങ്ങൾ പണം കൊടുക്കരുതെന്നാണ് പറയുന്നത്. ഇതാണ് ഓരോ വിഷയത്തിലും നമ്മൾ പറയണ ഓരോ മനുഷ്യരെയും പറയണത്. സുധിമോളുടെ കാര്യം പറഞ്ഞത്, സുധിമോൾ ഹെർസെൽഫ് വന്നിട്ട കമന്റ് നിങ്ങൾ വായിച്ചില്ലേ? അവൾ പറയുന്നുണ്ടല്ലോ, എനിക്ക് ബോധ്യപ്പെട്ടു, എന്നെക്കാൾ ആവശ്യമുള്ളവരുണ്ട്, അവർക്ക് പോയി ചേരട്ടെ, എനിക്ക് ഈസിനെസ് വേണ്ട. കഷ്ടപ്പെട്ട് അവൾ ഉണ്ടാക്കുന്ന വീട് അവൾക്കുണ്ടാവും. അവൾ എവിടെയോ എത്തിപ്പെടാൻ പോകുന്ന പെണ്ണാണ്. ആ ധൈര്യസമേത ആ കുട്ടി വന്നത് എഴുതിയിട്ട് അത് മിടുക്കിയായതുകൊണ്ടാണ്. ആരുടെയും പണം വേണ്ട എന്ന് ധൈര്യസമേതം പറഞ്ഞു. അത് ഞെകളിപ്പ് കൊണ്ടല്ല പറഞ്ഞത്, അവളത് മനസ്സിലാക്കിയാ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു അഹങ്കാരികളൊന്ന് മുദ്ര കുത്തി നീക്കി വെക്കും. അർഹതപ്പെട്ടത് അവക്കാണ്. അവക്ക് വീട് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ജിഷയ്ക്ക് കൊടുത്തു, എന്ത് കിട്ടി? ജിഷയുടെ ആ അവസ്ഥ കണ്ടിട്ട് ജിഷയുടെ അമ്മയ്ക്ക് കൊടുത്തു. എന്ത് കിട്ടി? ആ സ്ത്രീ എന്തൊക്കെയാ കാണിക്കുന്നത്? ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അവർ വാരി വാരി നാട്ടുകാർക്ക് 2000, 3000, 1000, 500 ഒക്കെ വാരി കൊടുക്കണം. നമ്മൾ കണ്ടോണ്ടിരുന്നു. ഉരുപ്പടി വാങ്ങിക്കുന്നു, ബ്രൂട്ടീസിന് പോകുന്നു. ബ്രൂട്ടീസിന് പോകണ്ടെന്ന് ആരും പറയുന്നില്ല. സിനിമയിൽ അഭിനയിക്കുന്നു, സീരിയലിൽ അഭിനയിക്കുന്നു. മകളല്ലേ മരിച്ചത്? ഇതിപ്പോൾ സൗമ്യയുടെ അമ്മയ്ക്ക് എന്തോ പ്രോബ്ലം ഒന്നും പറഞ്ഞാൽ അവരും വന്നിട്ടുണ്ട്. അതിന് എന്താ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യത്തില്ല. പക്ഷെ ഞാൻ പറയണത് NGO എന്ന് പറയുന്നത് ഓൾവേസ് ആളുകളെ നിങ്ങൾ ലേസി ആക്കുകയാണ്. അത് ചെയ്യാതിരിക്കുമെന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞതിൽ എനിക്കൊരു സ്വല്പം പോലും മനസ്താപമില്ല. കാരണം പിന്നെ ഞാൻ ഇട്ട ക്യാപ്ഷൻ മാറ്റണമെന്ന് പറയും. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ക്യാപ്ഷൻ മാറ്റണമെന്ന് പറയണത്? എന്താണോ ഞാൻ പറഞ്ഞത് അത് ക്യാപ്ഷനിൽ ഉണ്ടാവുമല്ലോ. മാറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ, വേറെ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ എന്തുദ്ദേശിച്ചു ആ സാധനം തന്നെയാണ് ക്യാപ്ഷനിലുള്ളത്. പലരും ക്യാപ്ഷൻ ഫേക്ക് കൊടുത്ത് ഉള്ളിലേക്ക് പലതും കൊടുക്കും. അങ്ങനെയല്ലല്ലോ. ഞാൻ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു അതെൻ്റെ ക്യാപ്ഷനിലുണ്ടാവും. ഞാൻ തന്നെയാണ് ക്യാപ്ഷൻ ഉണ്ടാക്കുന്നത്, മറ്റൊരാളല്ല. അവൻ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ബോധമുള്ള ഒരാൾ ഈ പ്രായത്തിൽ കള്ളും കുടിച്ചിട്ട് വണ്ടി ഓടിക്കുമോ? ഈ നാട്ടിലെ നിയമം അറിയില്ല. അപ്പോൾ അത് ചെയ്തില്ലേ? അതിൽ കേസ് വന്നില്ലേ? സത്യമല്ലേ? അപ്പം പറയുമ്പോൾ നോവുന്ന എന്തിനാണ്? ആ കുട്ടിയെ ഡീഗ്രേഡ് ചെയ്യാനല്ലോ പറഞ്ഞത്. എൻ്റെ വായിൽ നിന്ന് വീണയിൽ ഒരു മിസ്റ്റേക്ക് കൊണ്ട് 2 കുഞ്ഞുങ്ങളും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ വായിൽ നിന്ന് വന്ന വേണ്ടി മിസ്റ്റേക്കാണോ? ഞാൻ ഒരു കുട്ടീനെ പറഞ്ഞിട്ടുള്ളൂ. മറ്റേ പൊടി കുട്ടിയല്ലേ, അതിൻ്റെ പേരങ്ങ് വന്നു പോയതാണ്. അല്ലാതെ ഞാൻ ആ പൊടിമോനെ ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ഐ റിയലി ഫീൽ സോറി ഫോർ ദാറ്റ്. പക്ഷേ മൂത്ത കുഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവൻ്റെ പേർക്ക് ക്രൈമുണ്ട്. ആ ക്രൈം ഫയൽ ചെയ്തിട്ടുണ്ട്. അതിലവൻ ഫൈൻ അടച്ചിട്ടുണ്ട്, ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ നിങ്ങൾ കേൾക്കുന്നത്? ആ കുട്ടിക്ക് വിദേശത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അറിയോ നിങ്ങൾക്ക്? പൈസ നമ്മൾ കള്ളു കുടിക്കുന്ന കുട്ടികളെ വിലക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതൊരു അഡിക്ഷനാണ്. നമുക്ക് ചില മിഠായികൾ നമുക്ക് ഭയങ്കര അഡിക്ഷൻ ആകും. ആ മിഠായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രവർത്തിക്കും പോകും. ഇവിടെ കിട്ടാവുന്ന സാധ്യതകളിൽ നിന്ന് പണം കിട്ടാതെ വരുമ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ പോകും. അങ്ങനെയാണ് ഈ കരിയേഴ്സ് ഉണ്ടാകുന്നത്. ഹവാല പണമിടപാട്, മയക്കുമരുന്ന് കച്ചവടത്തിനൊക്കെ കുട്ടികൾ പോയി നിൽക്കുന്നതിൻ്റെ റീസൺ അതാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ പോകണോ? അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? മറച്ചു വെക്കണോ? എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ പറയും. അതാണ് എൻ്റെ വീട്ടിലും ഉണ്ട് 2 ആൺകുട്ടികൾ.
അത് ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഇങ്ങനെയാണോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എൻ്റെ മക്കൾ അങ്ങനെയാണെങ്കിൽ വെളിയിൽ നിന്ന് ആരും വരണ്ട അടിക്കാൻ, ഞാനാണ് ആദ്യം പറ്റിക്കുക. എൻ്റെ മക്കൾ ഒരു പെൺകുട്ടിയെ മോശം പറയുകയോ എൻ്റെ മക്കൾ ഇതുപോലെ പോയിട്ട് കള്ള് കുടിച്ചിട്ട് പേത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഗുസ്തികൾ കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കൈ എൻ്റെതായിരിക്കും ആദ്യം ഉയരുക, പിന്നെയാണ് നാട്ടുകാരുടേത് വരുന്നത്. ഞാൻ തന്നെയായിരിക്കും കൊണ്ടുപോയി അവിടെ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ അത് പൊത്തി വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. നാം കഷ്ടപ്പെട്ട വളർത്തുന്നത്, നമ്മൾ അത്രത്തോളം നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തുന്ന മക്കളെ മറ്റുള്ള ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് മറ്റുള്ളവരെടുത്ത് വെച്ച് ഉപദ്രവിക്കുന്നത് കാണേണ്ടി വരുന്നത് നമ്മുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ്. സ്നേഹവും പ്രേമമൊക്കെ ഉള്ളിലിരുന്നാൽ മതി. കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഉത്തരവാദിത്വമായിട്ട് എനിക്ക് തോന്നി. ഞാൻ അവനോട് വളരെ സമാധാനപൂർവ്വമായിട്ടാണ് സംസാരിച്ചത്, വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത്. എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിളിക്കാൻ ഞാൻ സഹായിക്കും, സപ്പോർട്ട് ചെയ്യും. പക്ഷേ കള്ളു കുടിച്ചുകൊണ്ടുള്ള ഈ പരിപാടി നല്ലതല്ല മോനെ, നിർത്തി വെക്കാൻ. അത് അവനോടും പറഞ്ഞു, പബ്ലിക്കിലും പറഞ്ഞു. ഇനി രേണുവിന് ഇനി ഇളകണമെന്ന് നോക്കട്ടെ, രേണുവിന് ബാക്കി സാധനം ഞാൻ കൊണ്ടിടും, ബാക്കിയും കൂടെ ഞാൻ കൊണ്ടിടും, ഒരു തർക്കവും ഇല്ല. ബാക്കി ഏത് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് കളിച്ചാണക്കോ ആയിരിക്കത്തില്ല എൻ്റെ അടുത്ത് കളിക്കുന്നത്. രേണുവിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ മുടി എക്സ്റ്റെൻഡ് ചെയ്ത് മനസ്സിലായി, നീ പോവാനിരിക്കുന്ന ബിഗ് ബോസിലാണ്, ചെന്ന് കയറ്, ആര് വേണ്ടാന്ന് പറയും, പൊയ്ക്കോ. ഈ ഡ്രാമ ഈ പേക്കൂത്ത് നിർത്താം, പ്രതീക്ഷയും പോകും. അവിടെ പ്രണയനില നടക്കാനിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടെ, എന്താണ് എവിടെയും വരെ എത്തുമെന്നൊക്കെ നമുക്ക്, വണ്ടി എങ്ങടാ ഓടി കയറുന്നത് നമുക്കറിയത്തില്ലേ. ചിലരുടെ ബോധക്കേട് മറ്റ് ചിലർക്ക് ഗെയിൻ ആകുന്നു എന്നതിനപ്പുറം ഞാൻ ഇതിനകത്ത് ഒരു മൂല്യമൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഷുഡ് ബി സ്റ്റോപ്പ്ഡ്. അല്ലാച്ചാൽ കൊടുത്ത പണങ്ങളെല്ലാം പൈസ വിടാതെ തിരിച്ചെല്ലാവർക്കും റിട്ടേൺ ചെയ്തിട്ട് മാപ്പ് പറഞ്ഞ് അവളെ പാട് നോക്കട്ടെ. ഇവിടെ ജോലിക്കൊക്കെ ഒരുപാട് ഓഫറുകളുണ്ട്. ക്ലീനിങ് സർവീസിലൊക്കെ ആളുകൾ എടുക്കുന്നുണ്ട്, പോയി ക്ലീൻ ചെയ്യട്ടെ. വീടുകൾ ക്ലീൻ ചെയ്യാൻ പോവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടകളിൽ പോയി നിൽക്കാം. അതൊക്കെ ചെയ്യാമല്ലോ. എന്താ രേണുസുതിക്ക് ഇങ്ങനെ നിന്നിട്ടൊന്നും പറ്റത്തില്ലെന്നാണ്, പോയി നിൽക്കാൻ പറ, എന്തെല്ലാം പണികൾ ചെയ്യാം. പിന്നെ ഫ്ലൈറ്റ് ഓടിക്കാമല്ലോ, എന്താ എയർക്രാഫ്റ്റ് കണ്ട പഠിച്ചതല്ലയോ, അപ്പോൾ ഫ്ലൈറ്റ് ഓടിക്കാൻ, നഴ്സിംഗ് ആണ്, അതും ചെയ്യാമല്ലോ. എന്തെല്ലാം ചെയ്യാം, അതൊക്കെ പോയി ചെയ്യട്ടെ. ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളാണ് അവരെ വളർത്തുന്നത്. നിങ്ങളാണ് അനാവശ്യമായി അവർക്ക് ഹൈപ്പ് കൊടുത്ത് അവരെ വളർത്തുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പ്രേക്ഷകർക്ക് മാത്രമാണ്. അവളുടെ വാർത്ത കേൾക്കുമ്പോൾ ഓടി അങ്ങോട്ട് ചെയ്യും. 4 കൊല്ലം മുമ്പ് അവൾ സംസാരിച്ചതാണ് ഇപ്പോൾ കടന്ന് ഓടുന്നത്. അതൊക്കെ നമ്മൾ പണ്ടേ കണ്ടതാണ്. ഈ വീണയുടെ കേസ് ഒരു വർഷം മുമ്പേ വന്നതാണ് നമ്മുടെ അടുത്ത്. എടുത്തില്ലല്ലോ, എന്തുകൊണ്ട് എടുത്തില്ല? അങ്ങനെ ഒരു ഹൈപ്പ് അവൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു വ്യൂ ആണ്, അല്ലെങ്കിൽ അതിൽ കൂടെ കുറച്ച് ക്യാഷാണ് ഉദ്ദേശമെങ്കിൽ അത് പണ്ടേ ചെയ്യാമല്ലോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ചില വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനപ്പുറം അത് തന്നെ കോൺസ്റ്റൻ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കാൻ വട്ടൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചാനൽ എന്തിനാണ് കാണുന്നത്? അത്യാവശ്യം കൃത്യമായ കാര്യങ്ങൾ അറിയാനാണ്. ഒരു 100 സബ്ജക്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. ഒരു ഇൻഫ്ലുവൻസർ ആവാൻ എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. എല്ലാവർക്കും ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനോ ഈ കാര്യ വിശകലനം നടത്താനോ പറയാനോ ഒന്നും എല്ലാവരെ കൊണ്ടും പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമ്മളെ കൊണ്ട് സാധിക്കുന്ന നമ്മുടെ ആ എബിലിറ്റിയെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചൂടെ? ഈ കുയാശണിയും കുണ്ടണിക്കും മാത്രം മതിയോ? ഈ ചില ഇതിലേക്ക് കോൺട്രൈസ് ചെയ്യുകയും ചില വിഷയങ്ങളിലേക്ക് മാത്രം നമ്മളെ പിടിച്ചിടുകയും ചെയ്യുന്നത് അസൂയ കൊണ്ടാണ്. ആ അസൂയ മനസ്സിലാക്കിയോണ്ടാണ് ഇഗ്നോർ ചെയ്യണത്. അപ്പോൾ ഫയൽവാൻ ജയിച്ചെന്ന് എന്താ പറയാന്ന് പറ. ഈ വിഷയത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. ആ പയ്യൻ്റെ കേസിൽ ഞാൻ അവനെ ഡീഗ്രേഡ് ചെയ്യാനല്ല പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് ഡീഗ്രേഡ് ചെയ്യണമെന്ന് തോന്നി നിങ്ങൾ ഡീഗ്രേഡ് ചെയ്തു. അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അത് അർഹിക്കുന്ന ഡീഗ്രേഡാണത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അച്ഛൻ മരിച്ചു, അച്ഛനോടുള്ള ദയ കൊണ്ട് അച്ഛൻ മരിച്ച സ്ഥാപനത്തിൽ നിന്ന് പണം വാങ്ങി പഠിക്കുന്ന ഒരു പയ്യൻ കള്ള് കുടിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ചെയ്യണോ? കള്ള് അവന് അത്ര അത്യാവശ്യമോ? അവനത് ചെയ്തിട്ടുണ്ടായത് മിസ്റ്റേക്ക് അല്ലേ? അത് കുത്തി കാണിക്കണ്ടേ? അത് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ. സുധിമോളുടെ കേസ് ആർക്കെങ്കിലും സഹായിക്കണം തോന്നി ആ പെണ്ണെ സഹായിക്കൂ. ആ കുട്ടി അത് അർഹിക്കുന്നുണ്ട്. അവളുടെ ആ കമൻറ്റും കൂടെ ആയപ്പം സീരിയസ്ലി എനിക്ക് ആ കമൻറ്റ് വായിക്കുമ്പം ഉള്ളിൽ നിന്നൊരു വിങ്ങലാണ്. ഇതിന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നല്ലോ എന്നൊരു വിങ്ങൽ എനിക്കുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് സുധിമോക്കാണ്. കാരണം അവരത് അർഹിക്കുന്ന സാധനം, അർഹിക്കുന്ന സ്ത്രീയാണത്. ബാക്കി ഈ കാണിക്കുന്ന എല്ലാ ചവറുകളെ എടുത്ത് കുപ്പയിലിടുന്നതിന് പകരം തൂക്കി തലയെ വെച്ചുകൊണ്ട് നടക്കുകയാണ്. വല്ലവൾക്കും വീട് വയ്ക്കാൻ പൈസ ശേഖരിക്കുന്നു. നിങ്ങൾക്ക് വീട് വയ്ക്കൂ. നിങ്ങൾക്ക് നാളെ എന്ത് വരുമെന്ന് ആർക്കറിയാം? നല്ല ശമ്പളവും 5-6 കമ്പനി സ്ഥാപനം ഉണ്ടായിരുന്ന ഞാൻ ഡൗൺ ആയി നിമിഷ നേരം കൊണ്ടാണ്. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരോഗ്യം തീരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കൂ? ഇങ്ങനെ ഇരുന്ന് പോകുന്ന ആരെങ്കിലും പ്രതീക്ഷിക്കൂ? ഒന്നുമില്ല. പെട്ടെന്ന് സംഭവിക്കാതെ നിങ്ങൾക്കും സംഭവിക്കാം. അപ്പോൾ ഒരു പട്ടിച്ചാത്തനും കാണത്തില്ല, അത് മറന്നു പോകരുത്. അത്രയേ ഉള്ളൂ. അവനവൻ്റെ പണം അവനവൻ തന്നെ ചേർത്ത് വയ്ക്കുക, നാട്ടുകാർക്ക് കൊടുക്കുന്ന നിർത്തലാക്കുക. ഫൈസൽ മറ്റേ അവരുടെ ഇവളെ സഹായിച്ച ആൾ, പേര് ഫൈസലാണെന്നാണ് എൻ്റെ ഓർമ്മ. താജിനെ അറിയാം, മറ്റേ ആളിനെ അറിയത്തില്ല. അപ്പോൾ അവർക്കൊക്കെ
കേസ് കൊടുക്കും അവൾക്കെതിരെ. വെറുതെ എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ പൈസ കൊണ്ടുപോയി എവിടെ കളഞ്ഞു, അത്രയേ ഉള്ളൂ. കത്തിപ്പോയെന്ന് വിചാരിക്കുക, കുറേ പണം നിങ്ങൾ വീട്ടിലിങ്ങനെ വെച്ചിരുന്നു കബോർഡിനകത്ത്, കബോർഡ് പെട്ടെന്ന് തീ കത്തി കുറേ കത്തി അങ്ങ് പോയി, അത്ര തന്നെ. അതിനപ്പുറം ആ സ്ത്രീ ആ വശത്തേക്ക് നോക്കാനേ പാടില്ല. ബിഗ് ബോസിലേക്ക് അവൾ പോകുന്നതിന് വലിയ വെപ്രാളമൊന്നും പെടണ്ട. അവിടെ പോകുന്നതൊക്കെ ഇങ്ങനത്തെ കുറേ ചവറ് ഉറക്കികളാണ്. മര്യാദയുള്ള ഒരെണ്ണം അതിനകത്ത് പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം ചവറ് ഉറക്കികളെ കൊണ്ട് അതിനകത്ത് ഇടും. അവളെ ക്യാരക്ടർ ഇനി നിങ്ങൾക്ക് എന്തോന്ന് കാണാൻ അതിനകത്ത്? ഒരാളുടെ ക്യാരക്ടർ അനലൈസേഷനാണ് അതിനകത്ത് മെയിനായിട്ട് നടക്കുക. എന്താ നിങ്ങൾ ഇനി അതിനകത്ത് കാണാൻ പോണേ? ഇവളുടെ എന്ത് ക്യാരക്ടർ നിങ്ങൾക്ക് കാണണമെന്നാണ്? സോ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. എനിക്കിന്ന് തീരെ സമയമില്ലാത്തതുകൊണ്ടെങ്കിൽ രാവിലെ ഞാൻ ഈ വീഡിയോ ഇടുമായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കമൻറ്റ്. എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അത് തീർച്ചയായിട്ടും നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കുറച്ച് മോൾഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ്സ് മോശമാണെന്നുള്ളൊരു ഭാഗമൊന്നുമല്ല. ആ കമൻസിനൊക്കെ നന്ദിയുണ്ട്. പക്ഷെ അത് ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ആ പയ്യനെ ഡീഗ്രേഡ് ചെയ്യാനല്ല. എപ്പോഴും ഞാൻ ആ കുട്ടിയോട് ഉറപ്പ് പറഞ്ഞൊരു കാര്യമാണ്, അറ്റ് എനി കോസ്റ്റ് എന്ത് രീതിയിലുള്ള സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്ന് നിനക്ക് ഉണ്ടാകും. പക്ഷെ കുടിക്കുന്നതോ കുടിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസോ ഇനി വന്നു കഴിഞ്ഞാൽ നിന്നെ ഏറ്റവും മോശമാക്കുന്നതും നിൻ്റെ ഫുൾ ഹിസ്റ്ററി, അതായത് ഈ കേസ് നമ്പർ ഉൾപ്പെടെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ എടുത്തിടും. ചെയ്യുമെന്ന് തന്നെ അത് ബ്ലാക്ക് മെയിൽ ആണെന്ന് തോന്നിയാലും ഒന്നുമില്ല, അതങ്ങനെ ചെയ്യുള്ളൂ. കാരണം ഞാനൊരു അമ്മയാണ്, അവൻ അമ്മയില്ലാത്തൊരു കുട്ടിയാണ്. അതിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനേ എനിക്കറിയുള്ളൂ. എൻ്റെ രീതി ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ അവനെ ഒളിച്ചു വെച്ചിട്ട് അവനെ നന്നാക്കാനായിട്ട് തോന്നുന്നുണ്ടാവും. എനിക്കങ്ങനെ ഇപ്പോൾ ഒളിച്ചു വെക്കാൻ സൗകര്യമില്ല. അങ്ങനെ ഒളിച്ചു വെക്കാൻ പോയാണ് അവൻ്റെ അച്ഛൻ അങ്ങനെ ആയത്, കള്ളും കുടിച്ച് നടന്നത്. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കി പെരുമാറുക. ഒരാളെയും നാളത്തേക്ക് അങ്ങോട്ട് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. സൈബർ ബുള്ളി ചെയ്യേണ്ട കാര്യമൊന്നും നിങ്ങൾ തന്നെയല്ലേ സൈബർ ബുള്ളി ചെയ്യുന്നത്? വെളിയിൽ നിന്ന് ആരെങ്കിലും ആണോ? എന്തിനാ ബുള്ളി ചെയ്യാൻ പോകുന്നത്? ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുക. അവൻ്റെ പ്രായത്തിന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ചെയ്യരുത്, അവനത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നീ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക. അനിയൻ ഇതിൻ്റെ മറുപറവി കാണിക്കും, അന്ന് നിനക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വരും. അവനെ എതിർക്കാനോ അവനെ വിലക്കാനോ അവനെ കൊണ്ട് പറ്റത്തില്ല. അത് അവന് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഷെഫീന ഇട്ടത് കുഴപ്പമൊന്നും പറഞ്ഞുകൊണ്ടല്ല വരേണ്ടത്. ദാറ്റ്സ് മൈ പോയിന്റ്. വീണ്ടും കാണാം. താങ്ക് യു.